മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷ്വൻസ്റ്റാട്ട് ദൂതിലേക്ക് നിങ്ങൾക്കേവർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 12, 35 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു പറഞ്ഞു, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞൻ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് തന്നെ അവനെ കർത്താവേ എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത്? ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രമിച്ചു. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ നിയമജ്ഞരെ വിമർശിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമുക്ക് തിരുസഭ നൽകുക. കർത്താവ് എന്തുകൊണ്ടാണ് അവരെ വിമർശിക്കുന്നത്? അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ പൊരുത്തമില്ലാതെ പോയി. അവർ കാട്ടിക്കൂട്ടുകയാണ്. അവരുടെ വസ്ത്രധാരണത്തിലൂടെ അവർ ചിലത് കാട്ടിക്കൂട്ടുന്നു, അവരുടെ സംസാരത്തിലൂടെ ചിലത് കാട്ടിക്കൂട്ടുന്നു, അവർക്കായിട്ട് നിയമങ്ങൾ അവർ വളച്ചൊടിക്കുന്നു. ഈശോ അവരെ വിമർശിക്കുകയാണ്. ഈശോ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാർഗം എന്ന് പറയുന്നത് അവിടുന്ന് തന്നെ ബലിയായി നൽകിക്കൊണ്ട് ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ നടന്നു. അത് പറയുക മാത്രമല്ല, അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഫരിസേയർ പലതും പറഞ്ഞു, പക്ഷേ അവർ വെള്ള അടിച്ച കുഴിമാടങ്ങൾക്ക് തുല്യരായിരുന്നു. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ബന്ധമില്ലാതെ വന്നു. അതുകൊണ്ട് ഈശോ അവരെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പ്രായോഗികമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുക, പ്രവൃത്തിയിൽ നമ്മുടെ ജീവിതം കാണട്ടെ. സ്നേഹിക്കാൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രവൃത്തിയിൽ നമുക്ക് കാണിക്കാം. നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ മക്കൾ, അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിക്കാം. ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ കുദാശകൾ സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെയും ഒക്കെ നമുക്ക് പ്രകടമായിട്ട് കാണിക്കാൻ ഇന്നേ ദിവസം നമുക്ക് പരിശ്രമിക്കാം. എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അത് പ്രവൃത്തിപഥത്തിലൂടെ കാണിക്കുകയും ചെയ്ത പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.